അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. The following refers to a recent development in science technology. It makes it possible to easily alter DNA sequence and modify gene function. It can therefore correct genetic defects and improve crops, but with associated with ethical problems. Which of the following is the recent development refers to above? DNA barcoding, CRISPR, P53, Terminator. കൂടുതൽ സംശയമൊന്നും വേണ്ട. സോ DNA സീക്വൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ വരുത്താം. DNA സീക്വൻസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതുപോലെ ജീൻ മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ ജീൻ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രോപ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചില എത്തിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ മേൽ പറഞ്ഞിരിക്കുന്ന ടെക്നോളജി എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി CRISPR ആണ്. ആ സമയത്ത് കറണ്ട് അഫെയറും കൂടിയാണ് കേട്ടോ. മുന്നോട്ട് പോവാം. CRISPR എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. A famous book titled 10% of Human argues that human cells are just 10% of body. Whereas 90% cells are now considered key to our health. These 90% cells are mainly cells with junk DNA, cells of gut microbes, cells with CRISPR modified DNA, T stem cells. ഇതും ആ ഒരു സമയത്ത് കറണ്ട് അഫെയർ തന്നെയാണ്. പിന്നെ ഒരു ബുക്ക് ആ സമയത്ത് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് 10% ഹ്യൂമൻ. അതാണ് പുസ്തകത്തിന്റെ പേര്. ഓക്കെ, ആ ഒരു പുസ്തകത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഹ്യൂമൻ ബോഡിയിലെ 10% മാത്രമാണ് ഹ്യൂമൻ സെൽസ്. ബാക്കി 90% സെൽസും എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ടതാണ്. ഈ 90% സെല്ല് എന്താണെന്നാണ് ചോദ്യം. സോ ഹ്യൂമൻ സെല്ല് മനുഷ്യ ശരീരത്തിലെ 10% മാത്രമാണ് ഹ്യൂമൻ സെൽസ്. ബാക്കി 90 വേറെ സാധനമാണ്. 90 എന്താണെന്നാണ് ചോദ്യം. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സെൽസ് ഓഫ് ഗട്ട് മൈക്രോബ്സ് ആണ് കേട്ടോ. അതായത് മനുഷ്യ ശരീരത്തിൽ ധാരാളം ബാക്ടീരിയയൊക്കെ, മനുഷ്യ ശരീരത്തിന് ഉപകാരമുള്ള ബാക്ടീരിയയൊക്കെ പോലെയുള്ള ഗട്ട് മൈക്രോബ്സുകൾ ഉണ്ട്. സോ നമ്മുടെ ശരീരത്തിന്റെ 90% ഇത്തരത്തിലുള്ള സെൽസ് ഓഫ് ഗട്ട് മൈക്രോബ്സ് ആണ്. ഓക്കെ അല്ലേ? സോ ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ 10% മാത്രമേ എന്തുള്ളൂ? ബോഡി സെൽസ് ഉള്ളൂ. ബാക്കി 90% ഇത്തരത്തിലുള്ള ബാക്ടീരിയയൊക്കെ പോലെയുള്ള, അതായത് ഹ്യൂമൻ ഹെൽത്തിന് അനിവാര്യമായിട്ടുള്ള ഗട്ട് മൈക്രോബ്സിന്റെ സെൽസ് ആണെന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതും ആ സമയത്ത് കറണ്ട് അഫെയർ തന്നെയാണ്. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫെയറിന് വരുന്നുണ്ട്. നന്നായിട്ട് റെഫർ ചെയ്യുന്ന ഹിന്ദു പോലുള്ള പത്രങ്ങളൊക്കെ വായിക്കുന്നതാണ് കുറച്ചുകൂടി നന്നാവുക. കാരണം ഹിന്ദുവിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡെവലപ്മെന്റ്സ് ആണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതായത് എല്ലാ സൺഡേസിലും ഹിന്ദുവിന്റെ കൂടെ ഒരു സയൻസ് ടെക്നോളജി മാഗസിൻസ് ആണോ, ആ മാഗസിൻസ് നിന്നാണ് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത് 27th question. Nehru's vision of science and technology resulted in the development of IITs and CSIR laboratories. Even though innovations from academic system in India may be very modest, CSIR laboratories with 38 national laboratories and 4,600 scientists and 8,000 science and technology personnel have impressive output. Which of the following are the product from CSIR? Saheli, Sri Chitira heart valve, indelible ink applied in 4 fingers to mark the voters in election, or coconut tea husking device. Option A 1 and 3 only, option B 1 only, option C 3 only, option D 1, 2, 4. സോ നെഹ്റുവിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷനാണ് IIT-കളും അതേപോലെ തന്നെ CSIR-ഉം. സോ CSIR-ന്റെ ഇന്നോവേഷനിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവ ഏതൊക്കെയാണ്? ഇതൊക്കെ ആ സമയത്ത് കറണ്ട് അഫെയർ ആണ് കേട്ടോ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കറണ്ട് അഫെയറിന് പ്രതീക്ഷിച്ചാൽ മതി. ആൻസർ ചെയ്ത് ഓക്കെ. സോ CSIR എന്ന് പറഞ്ഞാൽ CSIR-ന്റെ ഫുൾ ഫോം എന്താ? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഓക്കെ, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നാണ് CSIR-ന്റെ ഫുൾ ഫോം. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്ഥാപിച്ച സ്ഥാപനമാണ് CSIR എന്ന് പറയുന്നത്. ഓക്കെ, 1942 CSR എന്താക്കിയിട്ടുള്ള സ്ഥാപിച്ചത്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ റിസർച്ച് മാക്സിമം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന സ്ഥാപനമാണ്, റിസർച്ച് ഡെവലപ്മെന്റ് സ്ഥാപനമാണ് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഓക്കെ, സോ ഇതിന്റെ ഈ ഭാഗമായിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ച പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സഹേലി മീൻസ് എ ഫീമെയിൽ ഓറൽ കോൺട്രസെപ്റ്റീവ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് CSIR ആണ്, ശരിയാണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? ശ്രീ ചിത്തിര ഹാർട്ട് വാൾവ് നമുക്ക് അപ്പൊ തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം. ശ്രീ ചിത്തിര ഹാർട്ട് വാൾവ് ഡെവലപ്പ് ചെയ്തത് എന്താണ്? നമ്മുടെ കേരളത്തിലെ ശ്രീ ചിത്തിര പിന്നെ
മെഡിക്കൽ കോളേജാണ് അത് ഡെവലപ്പ് ചെയ്തത്, അത് CSIR അല്ല. അതുകൊണ്ട് 2 തെറ്റാണ്. പക്ഷെ നമുക്ക് ഒരു ഓപ്ഷനിൽ പോലും എന്തില്ല, 2 ഇല്ല. ഓക്കെ, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പോലും ഓപ്ഷൻ 2 PSC കൊടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ 2 അറിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് ആൻസറിൽ എത്താൻ പറ്റില്ല. അപ്പൊ 2 CSR അല്ല. അപ്പൊ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ 2 കാണാത്ത 2 എന്തല്ല, CSR പ്രൊഡക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് വെറുതെ കൊടുത്തു എന്നുള്ളൂ. 3-ാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നമ്മുടെ ഇലക്ഷനിലൊക്കെ വോട്ടിംഗ് സമയത്ത് നമ്മുടെ കയ്യിൽ പുരട്ടുന്ന ഒരു എന്തുണ്ട്, ഇങ്ക് ഉണ്ട്. ആ ഇങ്ക് അത്ര പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. ആ ഇങ്ക് ഡെവലപ്പ് ചെയ്ത് CSR ആണ്, ശരിയാണ്. അതേപോലെ തന്നെ 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് കോക്കനട്ട് ഡീഹസ്കിംഗ് ഡിവൈസ്. ഈ കോക്കനട്ട് ഡീഹസ്കിംഗ് ഡിവൈസ് ഡെവലപ്പ് ചെയ്ത് ആ സമയത്ത് കറണ്ട് അഫെയർ ഉള്ളതാണ്, മലയാളിയാണ്, ചിപ്പു ജേക്കബ്. ചിപ്പു ജേക്കബ് ആണ് എന്താക്കിയത് ഈ ഒരു ഡിവൈസ്. അതായത് കേരളത്തിലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്ന ചിപ്പു ജേക്കബ് ആണ് എന്താക്കുന്നത് ഈ കോക്കനട്ട് ഡീഹസ്കിംഗ് ഡിവൈസ് കണ്ടുപിടിച്ചത്. അതും CSIR സ്കോപ്പിൽ വരുന്നല്ല. സോ ഇവിടെ 2ഉം 4ഉം എന്തല്ല, CSIR പ്രോഡക്ട്സ് അല്ല. പക്ഷെ 1ഉം 3ഉം CSIR പ്രോഡക്ട്സ് ആണ്. സോ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ A 1 and 3 ഓൺലി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് CSIR പറ്റി നമ്മൾ പഠിക്കും. ഇപ്പൊ CSIR പ്രൊഡക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യമാണ്. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ്. സോ നന്നായിട്ട് പഠിക്കാം. മുന്നോട്ട് പോവാം. അടുത്ത 21-ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനത്തെ കറണ്ട് അഫെയർ ആണ്. ഓക്കെ, എന്നാലും ഇപ്പോഴും പ്രസക്തി ഉണ്ട്. കാരണം ഇപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺടെക്സ്റ്റിൽ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ചന്ദ്രയാൻ 2 വാസ് എ മിക്സർ ഓഫ് സക്സസ് ആൻഡ് സെറ്റ് ബാക്ക്. Which of the following statements are applicable to Chandrayaan 2 mission? It aimed at exploring south pole of the moon to further study the evidence of water molecule found by Chandrayaan first. 3. To soft land Vikram lander on the lunar surface and to relay information to Earth. 4. The location of crash landing of Vikram has later been identified. Option A 1 only, option B 2 only, option C 1 2 3, option D 1 2 3 4. ചന്ദ്രയാൻ 2മായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ്, ചന്ദ്രയാൻ 2 നമ്മളുടെ ഒരു സെറ്റ് ബാക്ക് ആണ്, നമ്മുടെ പരാജയപ്പെട്ടു പോയ ഒരു മിഷനാണ്. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചന്ദ്രയാൻ 2 മൂണിന്റെ സൗത്ത് പോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ചന്ദ്രയാൻ 2. ശരിയാണ്. ചന്ദ്രയാൻ 2 ആയാലും ചന്ദ്രയാൻ 3 ആയാലും മൂണിന്റെ സൗത്ത് പോളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന പ്രോജക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതേപോലെ തന്നെ ചന്ദ്രയാൻ 1 ആണ്. നമുക്കറിയാം ചന്ദ്രയാൻ 1 എന്താക്കിയിട്ടുണ്ട്, വാട്ടർ മോളിക്യൂളിന്റെ സാന്നിധ്യം ചന്ദ്രനിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് ചന്ദ്രയാൻ 2 അയച്ചത്. അതും ശരിയാണ്. അതേപോലെ തന്നെ വിക്രം ലാൻഡർ മുകളിൽ സോഫ്റ്റ് ലാൻഡ് നടത്താൻ വേണ്ടി വിക്രം ലാൻഡറും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, അത് ചന്ദ്രയാൻ 2 ഉണ്ടായിരുന്ന ലാൻഡറിന്റെ പേരാണ് വിക്രം. ഓക്കെ, വിക്രം ലാൻഡർ ആണ് അവിടെ എന്താക്കുക, എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, ചന്ദ്രയാൻ 2 സോഫ്റ്റ് ലാൻഡിങ്ങിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ക്രാഷ് ആയിട്ടുണ്ട്. സോ പിന്നീട് ഈ ചന്ദ്രയാൻ 2ന്റെ ലൊക്കേഷൻ പിന്നീട് നാസ എന്താക്കിയിട്ടുണ്ട്, ഐഡന്റിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ചന്ദ്രയാൻ 2ൽപ്പെട്ട വിക്രം ലാൻഡറിന്റെ ക്രാഷ് ലാൻഡിംഗ് പോയിന്റ് പിന്നീട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ശരിയാണ്. സോ ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് തിരങ്ക പോയിന്റ് കേട്ടോ. തിരങ്ക പോയിന്റ്. ചന്ദ്രയാൻ 2 തകർന്നു കിടക്കുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് തിരങ്ക പോയിന്റ്. സോ പ്രൈം മിനിസ്റ്റർ ആ ഒരു ചന്ദ്രയാൻ 2 തകർന്നു കിടക്കുന്ന പോയിന്റിന് ഇട്ട പേരാണ് തിരങ്ക പോയിന്റ് അഥവാ ട്രൈ കളർ പോയിന്റ്. അത് പിന്നീട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതും ശരിയാണ്. സോ ചന്ദ്രയാൻ 2മായി ബന്ധപ്പെട്ട് മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയായത് കൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ്, ഇത്തരത്തിലുള്ള ഇൻഡക്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ അല്ലെ? ഇപ്പൊ ചന്ദ്രയാൻ 2ന്റെ പോയിന്റ് ആണ് തിരങ്ക പോയിന്റ്. ചന്ദ്രയാൻ 3യുടെ പോയിന്റ് എന്താ? ചന്ദ്രയാൻ 3 മൂണിൽ ഇറങ്ങിയ ഒരു പോയിന്റിന് പേരുണ്ട്. എന്താ? ന്യൂസിലൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നു. മലയാളികളൊക്കെ വളരെയധികം ട്രോളുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ പോയിന്റ് പറഞ്ഞ പേരെന്താ? ചന്ദ്രയാൻ 3യുടെ പോയിന്റ് എന്താ? എന്താണ് ചന്ദ്രയാൻ 3യുടെ പോയിന്റ്? ശിവശക്തി പോയിന്റ്. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. Consider the following statements in the context of artificial intelligence. Perceptron specifies all functions that need to be undertaken and specifies the order only when required. 2. Inductive machine learning derives
the conclusion and then improves it is based on the previous decision. 3. Training scenario and feedback does not affect the performance of learner system. 4. Pattern machine allows computers to understand association and relationship between objects and events. Which of the statement given above is correct? Only one and two, 2 and 3, only 4. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? നമ്മൾ എ ഐ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. സോ എ ഐയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇവിടെ പരിപൂർണമായും ശരി, പരിപൂർണമായും തെറ്റി എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ട്രെയിനിങ് സിനാരിയോ ആൻഡ് ഫീഡ്ബാക്ക് ഡസ് നോട്ട് അഫക്ട് ദ പെർഫോമൻസ് ഓഫ് എ ലേണർ സിസ്റ്റം. എ ഐ ടൂൾസുകളുടെ ലേണർ സിസ്റ്റം, സോ അതിന്റെ പെർഫോമൻസിനെ ഫീഡ്ബാക്കുകൾ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമ്മുടെ ഫീഡ്ബാക്കുകളൊക്കെ ചോദിക്കാറുണ്ട്, എ ഐ ടൂൾസുകളൊക്കെ ഫീഡ്ബാക്ക് ചോദിക്കുന്നുണ്ട്. ആ ഫീഡ്ബാക്കിന് അനുസരിച്ച് എന്താക്കുന്നുണ്ട്, അതിന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. സോ ഈ ഫീഡ്ബാക്കുകൾ ചോദിക്കുന്നത് തന്നെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫീഡ്ബാക്കുകൾ ലേണേഴ്സിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ എ ഐ ടൂൾസുകളുടെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് തെറ്റാണ്. ഫീഡ്ബാക്കുകൾ എന്താക്കുന്നത് അതിന്റെ പെർഫോമൻസ് നന്നായിട്ട് ബാധിക്കുന്നില്ല. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കാം. അതേപോലെ ഓപ്ഷൻ 1 തെറ്റാണ്. കാരണം ഈ പെർസെപ്ട്രൺ എന്ന് പറഞ്ഞാല് ഈ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾസുകളുടെ ആ ഒരു പ്രൊസീജിയറുകൾ, അത് പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ്, അതിന്റെ ആ ഒരു പ്രൊസീഡിങ്സിന് പറയുന്ന പേരാണ് പെർസെപ്ട്രൺ. ഓക്കെ, എ ഐ ടൂൾസുകളുടെ ആ ഒരു പ്രൊസീഡിങ്സിന്, അത് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ് പെർസെപ്ട്രൺ. സോ പെർസെപ്ട്രൺ സ്പെസിഫൈ ഓൾ ആക്ഷൻസ് ദാറ്റ് specify all actions that need to be undertaken and specify the order only when required. So ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഓർഡർ ഓൺലി പോലെയുള്ള എക്സ്ട്രീം സെന്റൻസുകളുടെ പ്രസൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എസ്പെഷ്യലി ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഓൺലി, ഓൾ, ഓക്കെ തുടങ്ങി ഇത്തരത്തിലുള്ള ഈ എക്സ്ട്രീം വേർഡ്സുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ വളരെയധികം വിജിലന്റ് ആയിട്ട് വേണം എന്താക്കേണ്ടത്, വിലയിരുത്തേണ്ടത്. ഓക്കെ അല്ലേ? സോ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഫംഗ്ഷൻ ചെയ്യുകയുള്ളൂ എന്നുള്ളത് എ ടൂൾസുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ 1 തെറ്റാണ്, ഓപ്ഷൻ 3 തെറ്റാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, അതുകൊണ്ട് തന്നെ 1ഉം 3ഉം തെറ്റിയാൽ 2, 4 ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. സോ പിന്നീട് PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാലോ. സോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് ഉണ്ടാക്കുക, പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ.